നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവിടണം എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയ നടി രഞ്ജിനിയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഹർജിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ നിരീക്ഷണം നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടാൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയായിരുന്നു ഹർജി. ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സിംഗിൾ ബെഞ്ച് വിധിയിലുണ്ടായിരുന്നത്. അതിനെതിരെയാണ് നടി രഞ്ജിനി ഹർജി നൽകിയത്. മാത്രമല്ല, നിയമ പരിരക്ഷ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രഞ്ജിനി ഹർജി നൽകിയത്. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നാൽ സിനിമാ രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, പല വിഷയങ്ങളും ഗുരുതരമായി തന്നെ ആയിത്തീരും എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് പുറത്തുവിടുന്നത് തടയണം. അതുപോലെ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന WCCയുടെ ഭാഗമാണ് താൻ. റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ WCC ഇതുവരെ ആവശ്യപ്പെട്ടില്ല. എന്നാൽ അത് ആവശ്യപ്പെടാനുള്ള ബാധ്യത WCCക്കുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെടണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി രഞ്ജിനി വച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ഹർജിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ തന്നെ വീണ്ടും സമീപിക്കാം എന്ന നിരീക്ഷണത്തോടു കൂടിയാണ് ഇപ്പോൾ ഹർജി തള്ളിയത്.